ഞങ്ങൾ ഇന്ന് യാത്രയേക്കാണ്. ദൈവം പ്രത്യേക ആ കുടുംബത്തിന് ആവശ്യമായ ആശ്വാസവും ദൈവവും നൽകി ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വീണ്ടും കണ്ട് ഞങ്ങൾക്ക് സന്തോഷിപ്പാനുള്ള ദൈവസന്നിധിയിലുള്ള ആ പ്രത്യാശ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ പരിഹാരം തോമസിൻ്റെയും അനുശോചനം ഇതരണത്തിൽ ഓർപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവനാമം ഇന്നും എന്നും എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ എൻ്റെ മൂത്ത മകളെ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവർ ആലോചിച്ചപ്പോൾ ആദ്യമായി അമ്മച്ചി ജോസും കൂടിയാണ് അതിനുവേണ്ടി ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു വന്നത്. അന്ന് മുതൽ കഴിഞ്ഞ നാളുകളിൽ സ്നേഹബന്ധത്തിലും വളരെ പ്രയാസത്തിലായിരുന്നപ്പോൾ പലവട്ടം അവിടെ പോയി പാർത്തോട്ടിലും അവിടെ സന്ദർശിച്ചവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ പോയി കാണത്തക്കോണം ദൈവം ഇടയാക്കി. അദ്ദേഹം വീണ്ടും പറയേണ്ട ആവശ്യമില്ല, അതെല്ലാം അതിനെ അളക്കുന്നായിരുന്നു. ഒന്ന് മാത്രമാണ് നമുക്ക് ഓർക്കുവാനുള്ളത്. യോശുവയുടെ പുസ്തകത്തിൽ ദൈവത്തിന് പറയാനുള്ളത്, എൻ്റെ ദാസൻ മോശ മരിച്ചു. അത് ദൈവം തൻ്റെ ഹിതം നിവർത്തിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് മോശ എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ആളെ പോലും ദൈവം തൻ്റെ ഹിതത്തിൻ്റെ സമയത്ത് നീക്കുന്നു. ഇന്ന് അതെ നീ ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകുവാൻ തുടർന്നുള്ളവരോട് ആജ്ഞാപിക്കുകയും ഞാൻ നിന്നോട് കൂടിയിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. യോശുവയെ അവിടെ എഴുന്നേൽപ്പിച്ചു. തുടർന്നും ഇസ്രായേൽ മക്കളെ നടത്തുവാൻ അവനെ ബലപ്പെടുത്തി. ദൈവം കൂടെയിരിക്കും. പ്രിയ പൊന്നമ്മ സഹോദരിയെ പറ്റി ഇവിടെ പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ട് ഞങ്ങൾക്ക് കണ്ട് സന്തോഷിക്കുവാൻ കഴിഞ്ഞു. എൻ്റെ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ വ്യക്തിപരമായിട്ട് കുടുംബപരമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. ദൈവം അവരെ സർവാശ്വാസവും നൽകി ആശ്വസിപ്പിക്കട്ടെ. ദൈവവചനത്തിൽ അതിനുള്ള വ്യവസ്ഥയും ധാരാളം നൽകിയിരിക്കുന്നത് അവർക്ക് അത് അനുഭവമാക്കി തീർക്കുവാൻ ഈ വരുന്ന ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഇന്നവൻ്റെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാമ്പത്തിക തിരുക്കൺവെൻഷൻ നമ്മളെ സംസാരിക്കുന്നു. സാമ്പത്തിക കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ജോസിനെ പറ്റിയുള്ള ധാരാളം ഓർമ്മകൾ എല്ലാവരും പങ്കുവെച്ച് കാണും എന്ന് എനിക്കറിയാം. ജോസിനെ പറ്റി എനിക്ക് വ്യക്തിഗതമായി പറയുവാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, അദ്ദേഹം എൻ്റെ കൂടെ പഠിച്ചൊരു വ്യക്തിയാണ്. ഇവരാണ് റോയൽ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ഞാൻ ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണ്. ആ സ്നേഹബന്ധം ഈ അവസാന നിമിഷങ്ങളിൽ തുടരുവാൻ ദൈവം സഹായിച്ചു. ചില മാസങ്ങൾക്ക് മുമ്പ് പാർത്തോട്ടിൽ പ്രിയ ഫലത്തിൽ പോകുവാനും പ്രിയ സഹോദരനെ കാണുവാനും തക്കൊണ്ട് ദൈവം കൃപ ചെയ്തു. അന്ന് എനിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോൾ എൻ്റെ പേരെടുത്ത് പറഞ്ഞ് തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു. മറ്റൊന്ന്, ഞാൻ ഒന്നിച്ച് കർത്താവിനെ ദീർഘനാൾ അബുദാബിയിൽ ആരാധിക്കാൻ തക്കോണം ദൈവം കൃപ ചെയ്തു. ഭക്തനായ ഒരു മനുഷ്യൻ, വളരെ ശാന്തൻ, ഏത് പ്രശ്നം വന്നാലും സൗമ്യമായി മാത്രം പ്രതികരിക്കുന്ന ഒരു സഹോദരൻ. അത് സഹായിച്ചു. തൻ്റെ ഭാര്യയും മക്കളും തന്നെ പരമാവധി ശുശ്രൂഷിച്ചവരുടെയും സ്ത്രീയും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തോട്
വ്യക്തിപരമായി കുടുംബമായി ഉള്ള ദുഃഖം ഞാൻ അറിയിക്കുന്നു. ഒരു സ്നേഹിതനെ നഷ്ടപ്പെട്ടു, ഒരു കൂട്ടു സഹോദരനെ നഷ്ടപ്പെട്ടു. ആ ദുഃഖം എനിക്കുണ്ട്. കർത്താവ് എല്ലാ ആശ്വാസം നൽകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 34 സംഗീതത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. പ്രിയ ജോസിന് ദൈവം 66 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കൊടുത്തു. ഞങ്ങൾ ഒരുമിച്ച് പല വർഷങ്ങൾ വളരെ സ്നേഹബന്ധത്തിൽ കഴിയുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി. അതോടെ പ്രവർത്തിച്ച വർഷങ്ങളുണ്ടായിരുന്നു. തനിക്ക് 2 മക്കളെ കൊടുത്തു. അവരൊക്കെ നല്ല നിലയിൽ വരണമെന്ന് താൻ വളരെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു. കാരണം കഴിഞ്ഞ ചില വർഷങ്ങളായി നമുക്ക് അറിയുന്നത് പോലെ സൗഖ്യമില്ലാത്തവനായിരുന്നു എന്ന് നമുക്കറിയാം. ദൈവം സൗഖ്യത്തിനായി നാം ഓരോരുത്തരും വിവിധ സ്ഥാനങ്ങൾ, വിവിധ സഭകൾ പ്രാർത്ഥിച്ചെങ്കിലും ദൈവത്തിൻ്റെ ഹിതം തൻ്റെ സന്നിധിയിലേക്ക് തന്നെ അറിയിക്കണമെന്നുള്ളതായിരുന്നു. ദീർഘനാളുകൾ സൗഖ്യമില്ലാതെ കഴിയുന്ന എൻ്റെ ഭർത്താവിനെ വളരെ സ്നേഹത്തോടും കരുതലോടും കൂടെ ശുശ്രൂഷിച്ചു എന്ന് പല പ്രാവശ്യം ഞങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനൊക്കെ ഇടയായിട്ടുണ്ട്. ഇത് പ്രിയ സഹോദരിമാർക്ക് ഒരു മാതൃകയായിരിക്കട്ടെ. പ്രിയ സഹോദരൻ വളരെ രോഗത്തിൽ കൂടി കടന്നുപോയെങ്കിലും പ്രിയ സഹോദരൻ്റെ ശുശ്രൂഷ നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ദൈവം തരുന്ന ബാലിഷ്യത്തിൽ നാം പതറിപ്പോകാതെ ദൈവത്തിൻ്റെ ആശ്രയം വയ്ക്കുവാൻ ബന്ധുസിന് കൂടുതലാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ബോബിയെയും ബീനയും അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ആളൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. ഒരിക്കലും നമുക്കൊരു ദോഷവും ചെയ്യുകയില്ല. ആ പിതാവിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പരിഗണിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനസ്സിലാവുന്നവരുടെ ഇടയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പ്രാഥമികമായിട്ട് പറഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ അല്പനിമിഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഞങ്ങളുടെ സഹോദരൻ വാഴ വാഴയുടെ ഉന്നയിച്ചാൻ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ വിജയദാസൻ ഇവിടെയുള്ള ആളുകളെല്ലാം ഞങ്ങളെല്ലാവരും വളരെ ബഹുമാനിച്ചിരുന്ന വിജയസഹോദരനാണ്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് താമസം മാറി ബാംഗ്ലൂരിൽ തൻ്റെ മക്കളോടൊപ്പം കുറച്ച് താമസം ആക്കിയിരിക്കുകയാണ്. അദ്ദേഹം വിളിച്ചിരുന്നു. തൻ്റെ അനുശോചനവും അതുപോലെ ആശ്വാസവാക്കുകളും കുടുംബത്തെ അറിയിക്കണം. പ്രത്യേകിച്ച് പെണ്ണിനെ തൻ്റെ അന്വേഷണം ആശ്വാസവാക്കുകൾ അറിയിക്കണം എന്ന് ഞാൻ വളരെ താല്പര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുടുംബങ്ങളുടെ അറിയിലേക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ അറിവിലേക്ക് പ്രസാദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൊണ്ട് അനുസരണങ്ങളൂടെ മാത്രമേ ഉള്ളൂ. അതുപോലെ അനുസരണങ്ങൾ അവസാനിക്കുകയാണ്. പിന്നെ മക്കളിൽ ഗ്രിഗോറിയോസ് തൻ്റെ ഏക മകളുടെ ഭർത്താവാണ്. ഗ്രിഗോറിയോസ് പുറത്തുനിന്ന് അല്പമാണ് അവിടെ സംസാരിക്കുന്നത്. നമുക്ക് ലഭിക്കുവാനുള്ള തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ സാധിക്കും. കാലമായി അസുഖം ബാധിച്ച് രോഗാവസ്ഥയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം മാറി ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിന് ഹിതമായി. ഇവിടെ പലപ്പോഴും എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പപ്പായുടെ ആ പുഞ്ചിരിക്കുന്ന മുഖമാണ് എപ്പോഴും നമ്മളെല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഉണ്ട്, അത് ഞങ്ങൾക്കറിയാം. എങ്കിലും കുടുംബത്തിൽ വരുമ്പോൾ എപ്പോഴും സന്തോഷമായിരുന്നു. അവിടെ പാർത്തോട്ട് അറിയിക്കാൻ പറഞ്ഞതുപോലെ പപ്പായുടെ ആ മുഖത്തെ അവസാനത്തെ ആ മസിൽ
അനങ്ങുന്ന സമയം വരെയും പപ്പ ചിരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പപ്പ ദൈവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഇനിയുള്ളത് ഒരു പ്രത്യാശയാണ്. ആ കാഹളം ധ്വനിക്കുന്ന ആ നിമിഷം, ആ മരിച്ചവരുടെ നിലയിൽ ആയിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും മരണമേ നിന്റെ ജയം എവിടെ എന്നുള്ള ആത്മവിളിയോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. അന്ന് ജീവനോടിരിക്കുന്നവരായിട്ടുള്ള ആ വിശുദ്ധന്മാരെല്ലാവരും രൂപാന്തരം പ്രാപിച്ച് മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്നുള്ള ആത്മവിളിയോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. അന്ന് അങ്ങനെ എടുക്കപ്പെടുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ അവിടെ നമ്മുടെ പ്രാണപ്രിയനായ നമ്മുടെ രക്ഷിതാവിനെ എതിരേൽക്കുക എന്നുള്ളതാണ്. എങ്കിലും അന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം നമുക്ക് കാണാം. അന്ന് നമുക്ക് പപ്പായെ കാണാം എന്നുള്ള ആ പ്രത്യാശയോടുകൂടി നമുക്ക് പപ്പായെ യാത്ര ചെയ്യാം. ആ വലിയനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു മകളുമാണ് ഉണ്ടായിരുന്നത്. മകൻ ബോബി ഞങ്ങളുടെ നിമിഷം സംസാരിക്കുന്നു. കഴിഞ്ഞ നവംബർ 1 മുതൽ 4 വർഷം ICU പഠന രോഗിപ്പെടുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാമുണ്ട്. ഞാൻ പെട്ടെന്ന് അമ്മ ആശുപത്രിയിൽ അതുകൊണ്ട് അവർ വന്നാണ്. എന്നാൽ വലിയ കുഴപ്പമില്ലായിരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം നടക്കുന്നത്. അപ്പോൾ പണ്ട് 47 എല്ലാവരും പോയി എന്താ സംഭവിക്കുന്നത് ആശുപത്രി ചെന്ന് 10-15 മിനിറ്റ് ശേഷം ഇഞ്ചക്ഷൻ കൊടുക്കണം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ശ്രമമുണ്ട്. എനിക്ക് അതിന് പറയാൻ കഴിയുന്നത് പ്രഭാതത്തിൽ കഴിഞ്ഞാൽ വിശ്വാസമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം അതൊരു പ്രാർത്ഥന ഭാഷയായിരുന്നു. വലിയ പ്രാസംഗം പോലെ തന്നെ ബിസിനസ് നടത്തി ഞങ്ങൾ താമസിക്കുന്നത് അവിടെ 40 കിലോമീറ്റർ ദൂരമുണ്ട്. അത് പോവുക ഒറ്റ ഞായറാഴ്ച പോലും മുടക്കത്തില്ലായിരുന്നു. എത്ര കണക്ഷൻ ഉണ്ടായിരുന്നു, എത്ര ചെക്കുകൾ വരാനുള്ളത് ഞായറാഴ്ചയോടെ മാത്രം മുടക്കത്തില്ലായിരുന്നു. എനിക്ക് കിട്ടിയേക്കുന്ന ഈ ട്രെയിനിങ് എൻ്റെ മാതാവിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ ഇവിടെ സ്നേഹിച്ചിരുന്നു. എൻ്റെ പിതാവിനെ ബിസിനസ്സിൽ സഹായിച്ചു. പപ്പായ്ക്ക് ഇൻബോൺ ടാലൻ്റ് ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗൾഫിൻ്റെ പ്രദേശത്ത് ഇരുന്നിട്ടും അവിടെ ബിസിനസ് ചെയ്ത് നല്ലൊരു പ്രൊജക്ട് ചെയ്ത് നല്ല രീതിയിൽ അവിടെ കാണാൻ കഴിയുന്നത്. 2003 പപ്പായ്ക്ക് അസുഖം ബാധിക്കുന്നവരെയും ₹1 പോലും നഷ്ടമില്ലാതെ ആ കമ്പനി പോയത്. തുടർന്ന് പപ്പായ്ക്ക് പൈസ കിട്ടുവാൻ പൈസ മേടിക്കാൻ വേണ്ടതൊക്കെയും വളരെ നല്ല രീതിയിൽ അവർ സമീപിച്ച് മേടിക്കുന്ന സമയമായിരുന്നു. എന്നാൽ തുടർന്നുള്ള കാര്യങ്ങൾ പപ്പായ ചികിത്സയുടെ ആവശ്യമായി മാറ്റി വരികയും കൊണ്ടുവരാൻ സാധിച്ചു. പപ്പായ്ക്ക് അസുഖം പലപ്പോഴും ചികിത്സിച്ചുകൊണ്ട് അനേക ആൾക്കാർ ഗൾഫിൽ പോകുന്നുണ്ടെങ്കിലും എൻ്റെ പപ്പ ഗൾഫിൻ്റെ ദൂരം കുറിച്ച് നിങ്ങൾ കുറിച്ച് കാണത്തില്ല. കാരണം 200 കിലോമീറ്റർ വണ്ടിയിൽ പോയി കഷ്ടപ്പെട്ടു പോകില്ല. ബിസിനസ് സംബന്ധിച്ച് 1000 കസ്റ്റമേഴ്സിന് പപ്പായ്ക്ക് പ്രൊഡക്ഷനിലെല്ലാം ഉണ്ടായിരുന്നു. പപ്പായ്ക്ക് പറഞ്ഞതുപോലെ പപ്പായ്ക്ക് കയ്യിലും മുക്കിലും അതുപോലെ ഗൾഫിൻ്റെ പ്രദേശം അനേക ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഗൾഫിൽ വെച്ച് പപ്പയുടെ ഏറ്റവും വലിയ പ്രശ്നം പോലെയാണ് ഒരു അബ്ദുള്ളയായിരുന്നു. പപ്പയുടെ കമ്പനിയുടെ ലോക്കൽ സ്പോൺസർ ഒരു അബ്ദുള്ളയാണ്. അവർ ആ അബ്ദുള്ളയ്ക്ക് രണ്ടുപേർക്കും പപ്പയുടെ എത്ര സ്നേഹം ഉണ്ടായിരുന്നു. പപ്പായെ ഒരിക്കൽ പരിചയപ്പെടുത്തത് പപ്പയുടെ ചില സ്വഭാവങ്ങൾ വിമർശനമായിട്ടാണ് ഇവിടെ വന്നത്. പപ്പായ്ക്ക് ഒരു പൊളിറ്റിക്സിലായിരുന്നു. അതുപോലെ തന്നെ പപ്പ എല്ലാവരും സ്വീകരിച്ചിരുന്നു. പപ്പായെ സംബന്ധിച്ച് പറയുമ്പോൾ പപ്പ 39 വർഷക്കാലം കുടുംബ ജീവിതം നയിച്ചു. 39 വർഷക്കാലം എനിക്ക് പറയാൻ ഞാൻ ഒറ്റ ദിവസം പോലും കണ്ടിട്ടില്ല അവർ പപ്പായും മാമിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം. പപ്പായ്ക്ക് മാമിയെ സ്നേഹമായിരുന്നു, മാമിക്ക് സ്നേഹമായിരുന്നു. പപ്പായുടെ അസുഖം ആദ്യമേ ഡോക്ടർ മധുസൂദൻ കോട്ടയം മെഡിക്കൽ കോളേജ് പറഞ്ഞപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ മരണമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കാലമാണ് ഈ കഴിഞ്ഞ ആഴ്ച വരെയും എവിടെയൊക്കെ പോയതൊക്കെ മരുന്ന് ലഭ്യമാകുമോ ആ മരുന്ന് കൊടുക്കുവാൻ മമ്മി ഉത്സാഹിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം വരെയും മമ്മി പപ്പായെ ഈ മരിച്ച ദിവസം വരെ എല്ലാവരെയും ലഭിച്ച് കുളിപ്പിച്ച് പപ്പായുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയാച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ സമയത്ത്
ദിവസങ്ങളിലേക്ക് പഠിച്ചത്